ഭാഗം 2 പുസ്തകം 4 അധ്യായം 1. വിശുദ്ധ യോസേപ്പ് പിതാവ് തന്റെ വാഗ്ദാനം ചെയ്യപ്പെട്ട വധുവിനെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. വിശുദ്ധ യോസേപ്പ് പിതാവ് വിവാഹ നിശ്ചയം കഴിഞ്ഞ തന്റെ വധുവിനെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പരിശുദ്ധ ഗർഭം 5-ാം മാസത്തിലേക്ക് വളർന്നപ്പോൾ മുതൽ അവളിലെ പ്രകടമായ മാറ്റങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കാൻ തുടങ്ങി. അവളിലെ അലൗകിക സൗന്ദര്യം അതിന്റെ പൂർണ്ണതയിലെത്തി. സ്വന്തം നേത്രങ്ങൾ കൊണ്ട് അവളിലെ പ്രകടമായ മാറ്റങ്ങൾ ദർശിച്ചതു മുതൽ വേദനയുടെ ശരങ്ങളേറ്റ് ആ സാധുഹൃദയം വിങ്ങാൻ തുടങ്ങി. മറിയത്തോടുള്ള തന്റെ സമ്പൂർണ്ണ സമർപ്പണത്തിനും കറയറ്റ സ്നേഹത്തിനും എത്രമാത്രം ആഴമുണ്ടോ അത്രയും ആഴത്തിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിനും മുറിവേറ്റു. മറിയത്തിന്റെ പ്രസാദവരവും വിശുദ്ധിയും വിനയവും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ ആന്തരാത്മാവിനെ ത്രസിപ്പിച്ചിരുന്നു. പരസ്പരം സ്നേഹം പങ്കുവച്ച് ഏറ്റവും വിശ്വസ്തയോടെ അവളെ ശുശ്രൂഷിക്കാൻ അദ്ദേഹം അങ്ങേയറ്റം അഭിലഷിച്ചിരുന്നു. മറിയത്തിന്റെ ഗർഭധാരണത്തിൽ തനിക്കു പങ്കില്ലെന്ന സത്യം അധികം വൈകാതെ പരസ്യമാകും. അപമാനകരമായ ഈ സാഹചര്യം കൺമുൻപിൽ കണ്ട് കുലീനനും അഭിമാനിയുമായ അദ്ദേഹം പര്യാകുലനായി. തനിക്കും മറിയത്തിനും സംഭവിക്കാൻ പോകുന്ന പേരുദോഷവും അപമാനഭാരവും അദ്ദേഹം മുൻകൂട്ടി കണ്ടു. വ്യഭിചാരിണിയായി മുദ്രകുത്തപ്പെട്ട് കല്ലെറിഞ്ഞു കൊല്ലാൻ തന്റെ ജീവിത പങ്കാളിയെ അധികാരികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ. ലേവ്യർ 20:10. അതോർത്ത് വിശുദ്ധ യോസേപ്പിന്റെ ഹൃദയം നുറുങ്ങി. ഇത്തരം വേദനാജനകമായ ചിന്തകളാകുന്ന മൂർച്ചയേറിയ വാളുകൾ കീറി മുറിച്ചപ്പോഴും അദ്ദേഹം തന്റെ ജീവിത പങ്കാളിയെ അവിശ്വസിച്ചില്ല. എങ്കിലും തന്റെ നിരീക്ഷണങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള ബാഹ്യലക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ മനോവ്യഥ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. മറ്റാരോടും പങ്കുവയ്ക്കാൻ പറ്റാത്ത ചിന്താപാശങ്ങളാൽ അദ്ദേഹം വരിഞ്ഞു മുറുക്കപ്പെട്ടു. വിശുദ്ധ യോസേപ്പ് തന്റെ ദുഃഖങ്ങളെ കർത്താവിന്റെ ന്യായാസനത്തിൽ സമർപ്പിച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചു: അത്യുന്നതനായ കർത്താവേ, എന്റെ ആഗ്രഹങ്ങളെയും ദീർഘനിശ്വാസങ്ങളെയും നീ അറിയാതിരിക്കുന്നില്ല. സങ്കടങ്ങളുടെ തിരമാലകൾ എന്നെ ചുറ്റിയെറിയുന്നു. അവ എന്റെ ഇന്ദ്രിയങ്ങളിൽ കൂടി കടന്ന് എന്റെ ഹൃദയത്തെ മഥിക്കുന്നുവല്ലോ. നീ എനിക്കു ജീവിത പങ്കാളിയായി തന്നവൾക്കായി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. അവളുടെ വിശുദ്ധിയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എന്നാൽ അവളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്റെ വിശ്വാസത്തെ വല്ലാതെ ഉലയ്ക്കുന്നു. എനിക്ക് തെറ്റിപ്പോയോ? അവളുടെ അസാധാരണമായ വിശുദ്ധിയെയും മാന്യതയെയും സംശയിക്കാൻ ഇന്നോളം എനിക്കിട വന്നിട്ടില്ല. അതേസമയം അവൾ ഗർഭവതിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അവൾ എന്നോട് അവിശ്വസ്തയാണെന്നും നിന്നോട് ദ്രോഹം കാട്ടിയെന്നും ചിന്തിക്കുന്നത് പോലും അവിവേകമായി ഞാൻ കരുതുന്നു. എന്നാൽ എന്റെ കണ്ണുകളെ എനിക്ക് അവിശ്വസിക്കാനും പറ്റുന്നില്ല. ഇതിന്റെ പിന്നിലെ നിഗൂഢതയറിഞ്ഞില്ലെങ്കിൽ ദുഃഖം കൊണ്ട് ഞാൻ മൃതിയടയും. അവൾ നിഷ്കളങ്കയാണെന്ന് യുക്തി പ്രഖ്യാപിക്കുന്നു. എന്റെ കൺമുൻപിൽ വ്യക്തമായി കാണുമ്പോഴും അവൾ തന്റെ ഗർഭരഹസ്യം എന്നിൽ നിന്ന് മറച്ചുവച്ചിരിക്കുന്നു. ഞാൻ എന്തു ചെയ്യണം? ചാരിത്രശുദ്ധിയിൽ ഉറച്ചു നിൽക്കാൻ പരസ്പര ധാരണയിൽ ഞങ്ങളെടുത്ത പ്രതിജ്ഞ ഇപ്പോൾ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ അവൾ നിന്നോടും എന്നോടുമുള്ള വിശ്വസ്തത ലംഘിച്ചാൽ ഞാൻ നിന്റെ മഹത്വം മുൻനിർത്തി നിന്റെ സ്നേഹത്തിനാകും പ്രഥമ സ്ഥാനം നൽകുക. എങ്കിലും ഇങ്ങനെയൊരു വലിയ തെറ്റ് ചെയ്തിട്ട് അവൾക്കെങ്ങനെ തന്റെ വിശ്വസ്തതയും വിശുദ്ധിയും മറ്റെല്ലാ കാര്യങ്ങളിലും നിലനിർത്താൻ കഴിയും? വിശുദ്ധയും വിവേകമതിയുമായ ഇവൾക്ക് എങ്ങനെ എന്നിൽ നിന്ന് അത് ഒളിക്കാൻ മനസ്സുവരും? ഞാൻ അവളെ വിധിക്കാൻ മടിക്കുന്നു. ഞാൻ കാണുന്ന കാര്യത്തിന്റെ കാരണമറിയാൻ കഴിയാതെ എന്റെ പീഡിതമായ ആത്മാവിനെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, എന്റെ ശുശ്രൂഷകളെ സ്വീകാര്യമായ ബലിയായി കരുതണമേ. എന്റെ പാപങ്ങൾ നിന്റെ ക്രോധത്തിനർഹമെങ്കിൽ നിന്റെ കരുണയും സ്നേഹവും എന്റെ തീവ്ര സങ്കടത്തെ തള്ളിക്കളയാതിരിക്കട്ടെ. മറിയം നിനക്കെതിരെ തിന്മ പ്രവർത്തിച്ചെന്ന് ഞാൻ കരുതുന്നില്ല. ഒപ്പം തന്നെ അവളുടെ ജീവിത പങ്കാളിയായി ഞാൻ അറിയാത്ത ഒരു രഹസ്യമുണ്ട് താനും. നിന്റെ ദിവ്യപ്രകാശം കൊണ്ട് എന്റെ ആത്മാവിനെയും ഹൃദയത്തെയും നിയന്ത്രിക്കണമേ. അങ്ങനെ ഞാൻ നിന്റെ തിരുഹിതം നിറവേറ്റട്ടെ. ഇപ്രകാരം അപേക്ഷകളും പ്രാർത്ഥനകളുമായി വിശുദ്ധ യോസേപ്പ് കഴിഞ്ഞു. തനിക്ക് വെളിപ്പെട്ടിട്ടില്ലാത്ത എന്തോ രഹസ്യം മറിയത്തിന്റെ ഗർഭാശയത്തിലുണ്ടെന്ന് വിശ്വസിച്ച് സ്വസ്ഥമായിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മറിയം മിശിഹായുടെ അമ്മയാകാൻ പോകുകയാണെന്ന ചിന്തയെ അങ്കുരിപ്പിക്കാൻ അവളുടെ വിശുദ്ധിയെപ്പറ്റി അദ്ദേഹത്തിനുണ്ടായിരുന്ന ഉറപ്പും പര്യാപ്തമായില്ല. ഊഹാപോഹങ്ങൾ മനസ്സിൽ നിന്നും ആട്ടിപ്പായിക്കാൻ ശ്രമിക്കുന്തോറും പൂർവാധികം ശക്തിയോടെ അത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സംശയങ്ങൾ ഉളവാക്കിയ അന്തക്ഷോഭത്തിന്റെ തിരമാലകളിൽ വിശുദ്ധ യോസേപ്പ് ആടിയുലഞ്ഞു.
ആന്തരിക ക്ഷതത്താൽ സംശയ നിവാരണം വരുത്താനോ ഹൃദയ സമാധാനം പ്രാപിക്കാനോ കഴിയാതെ വന്നു. മുൻപോട്ടുള്ള പ്രയാണത്തിൽ ലക്ഷ്യം കാണാതെ ഉഴറി. എങ്കിലും ഈ സഹനങ്ങളുടെ മുൻപിൽ വിശുദ്ധിയുടെയും വിവേകത്തിന്റെയും അടയാളമായ ദീർഘക്ഷമ അദ്ദേഹം പ്രകടിപ്പിച്ചു. ഈ സദ്ഗുണം ഭാവിയിൽ താൻ ഏറ്റെടുക്കാൻ പോകുന്ന മഹനീയ ദൗത്യത്തിന് അദ്ദേഹത്തെ യോഗ്യനാക്കി. വിശുദ്ധ യൗസേപ്പിന്റെ മനോവ്യാപാരങ്ങളെല്ലാം പരിശുദ്ധ മറിയം തിരിച്ചറിഞ്ഞിരുന്നു. കാരണം അവൾ സ്വർഗീയ ജ്ഞാനത്താൽ പൂരിതയായിരുന്നു. അദ്ദേഹത്തിന്റെ സഹനങ്ങളിൽ മറിയത്തിന്റെ ഹൃദയം അനുകമ്പയാലും ആർദ്രതയാലും തരളിതമായിരുന്നു. എങ്കിലും അവൾ ഒന്നും ഉരിയാടിയില്ല. പകരം കൂടുതൽ സ്നേഹത്തോടും വിശ്വസ്തയോടും അദ്ദേഹത്തെ അവൾ ശുശ്രൂഷിച്ചു. ദൈവികത തുളുമ്പി നിന്നിരുന്ന അദ്ദേഹം പ്രത്യക്ഷമായ പ്രകടനങ്ങളൊന്നുമില്ലാതെ അവളെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. നിരീക്ഷിക്കും തോറും ആകുലതയും വർദ്ധിച്ചു വന്നു. ഒരിക്കലും ഒരു പുരുഷനും അനുഭവിച്ചിട്ടില്ലാത്ത തരം വ്യഥ. പരിശുദ്ധ മറിയത്തിന് തന്റെ ഗർഭം ക്ലേശകരമായി തോന്നിയില്ല. വിശുദ്ധ യൗസേപ്പിനെ അവൾ ശ്രദ്ധാപൂർവം പരിചരിച്ചുകൊണ്ടിരുന്നു. നീതിമാനായ യൗസേപ്പ് അവളുടെ പരിചരണങ്ങളെ എളിമയോടും ആദരവോടും കൂടെ സ്വീകരിച്ചു. അവളുടെ യഥാർത്ഥ അവസ്ഥയെപ്പറ്റി പൂർണ്ണ ജ്ഞാനമുണ്ടാകുന്നതുവരെയും പൂർവ്വപിതാക്കന്മാരുടെയും പിതാമഹന്മാരുടെയും മാതൃകയിൽ അദ്ദേഹം വിവേകപൂർവം കഴിഞ്ഞു. തന്റെ പിതാമഹികളെക്കാൾ പരിശുദ്ധ മറിയം എത്രയോ ഉന്നതയായിരുന്നു. എന്നിട്ടും ചരിത്രത്തിൽ ഒരു സ്ത്രീയും പ്രകടിപ്പിച്ചിട്ടില്ലാത്ത വിധം അനുസരണവും വിധേയത്വവും എളിമയും അവൾ പ്രകടിപ്പിച്ചു. തുല്യം ചെയ്യാനാവാത്ത സ്നേഹ സേവനങ്ങളാണ് അവൾ തന്റെ ഭർത്താവിനർപ്പിച്ചത്. അതേസമയം തന്റെ അവസ്ഥയോർത്ത് വിശുദ്ധ യോസേപ്പ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അവൾ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അവൾ ഒരിക്കലും ശുശ്രൂഷകളിൽ ലാഘവബുദ്ധി കാണിച്ചില്ല. അവളുടെ മാലാഖയ്ക്കടുത്ത സത്യസന്ധതയും തുറവിയും നിഷ്കളങ്കമായ ആഭിജാത്യവുമാണ് ഈ ശുശ്രൂഷാ മനോഭാവം വിളിച്ചോതുന്നത്. മഹതിയായ മറിയത്തിന് വേണമെങ്കിൽ തന്റെ പൂർണ്ണമായ നിഷ്കളങ്കത ഉറക്കെ പ്രഖ്യാപിക്കാമായിരുന്നു. എലിസബത്തിന്റെയും സക്കറിയായുടെയും സാക്ഷ്യം തെളിവിനായി ചൂണ്ടിക്കാണിക്കാമായിരുന്നു. കാരണം മറിയം അവരുടെ കൂടെ കഴിഞ്ഞ സമയത്തായിരിക്കണമല്ലോ എന്തെങ്കിലും സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ രഹസ്യം വെളിപ്പെടുത്താതെ തന്നെ അവരുടെ സാക്ഷ്യത്താൽ വിശുദ്ധ യോസേപ്പിനെ സന്തോഷിപ്പിക്കാമായിരുന്നു. വിവേകത്തിന്റെയും വിനയത്തിന്റെയും രാജ്ഞിയായ അവൾ അങ്ങനെയൊന്നും ചെയ്തില്ല. എന്തെന്നാൽ അവളിലുള്ള ഈ പുണ്യങ്ങൾ തന്നെപ്പറ്റി തന്നെ ചിന്തിക്കുന്നതിൽ നിന്ന് അവളെ തടഞ്ഞു. തന്റെ ഈ നിഗൂഢ രഹസ്യത്തെ വിശദീകരിക്കുന്നതിനും ന്യായീകരിക്കുന്നതിനും അവൾ ശ്രമിച്ചതുമില്ല. അസാധാരണമായ വിശ്വാസത്തോടെയും വിനയത്തോടെയും ഇക്കാര്യം അവൾ ദൈവപരിപാലനയ്ക്ക് സമർപ്പിച്ചു. ഭർത്താവിനോടുള്ള സ്നേഹവും ആർദ്രതയും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ നിരന്തരം അവളെ പ്രേരിപ്പിച്ചിരുന്നു. എങ്കിലും ന്യായവാദങ്ങൾ നിരത്തിയും കാര്യങ്ങൾ ഒളിച്ചുവെച്ചും അങ്ങനെ ചെയ്യാൻ അവൾ തയ്യാറായില്ല. പകരം തീവ്രമായ സ്നേഹം നൽകി അവൾ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനും ശ്രമിച്ചു. ഭർത്താവിനു വേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അന്വേഷിച്ചും അവൾ തന്റെ വിധേയത്വം പ്രകാശിപ്പിച്ചു പോന്നു. പലപ്പോഴും മുട്ടിന്മേൽ നിന്നുകൊണ്ട് പോലും അവൾ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. എന്നാൽ ഇതെല്ലാം വിശുദ്ധ യോസേപ്പിനെ കൂടുതൽ ദുഃഖിപ്പിക്കുകയാണുണ്ടായത്. ഇത്തരം സ്നേഹപ്രകടനങ്ങൾ വർദ്ധിക്കും തോറും അവളുടെ സത്യസന്ധതയെപ്പറ്റിയുള്ള സംശയങ്ങൾ ബാക്കി നിന്നു. അത്യുന്നതന്റെ കൃപാകടാക്ഷത്താൽ സാന്ത്വനം ലഭിക്കാൻ വേണ്ടി മറിയം തന്റെ ഭർത്താവിനായി നിരന്തരം പ്രാർത്ഥിച്ചു. ബാക്കിയെല്ലാം ദൈവഹിതത്തിന് സമർപ്പിച്ചു. വിശുദ്ധ യോസേപ്പിന് തന്റെ ദുഃഖത്തെ പൂർണ്ണമായി മറയ്ക്കാൻ കഴിഞ്ഞില്ല. ദുഃഖാധിക്യത്താൽ അദ്ദേഹം ചിലപ്പോഴൊക്കെ മുൻപെങ്ങും ചെയ്യാത്തതുപോലെ മറിയത്തോട് പരുഷമായി സംസാരിച്ചു. ഹൃദയഭാരത്തിന്റെ സ്വാഭാവികമായ പ്രകടനം മാത്രമായിരുന്നു അത്. അല്ലാതെ പ്രതികാര ബുദ്ധിയുടെയോ ക്ഷോഭത്തിന്റെയോ പ്രതികരണമായിരുന്നില്ല. കാരണം അത്തരം അധമഭാവങ്ങൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇല്ലായിരുന്നു. വിവേകമതിയായ മറിയമാകട്ടെ അവളുടെ മുഖപ്രസാദം ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ല. യാതൊരു വികാര വിക്ഷോഭവും പ്രകടിപ്പിച്ചുമില്ല. പകരം കൂടുതൽ ശുഷ്കാന്തിയോടെ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ പരിശ്രമിച്ചു. അവൾ വളരെ ഭവ്യതയോടെ ഭക്ഷണം വിളമ്പുകയും സ്നേഹപൂർവ്വം ഇരുത്തി കഴിപ്പിക്കുകയും ചെയ്തു. അവൾ തന്റെ അടുത്തിരിക്കുമ്പോഴൊക്കെ തന്റെ ഗർഭാവസ്ഥയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. രണ്ടുപേർക്കും ഇപ്പോഴത്തെ അവസ്ഥ കഠിനമായ പരീക്ഷണമാണ് സമ്മാനിച്ചത് എന്നതിൽ സംശയമില്ല. എന്നാൽ അതുളവാക്കിയ പ്രതികരണം ആ കന്മഷമില്ലാത്ത ആത്മാവിൽ അഗാധമായ വിനയവും വിവേകവും വളർത്തി. ഈ അനുഭവത്തിലൂടെ തന്റെ നിരവധിയായ സദ്ഗുണങ്ങളെ വെളിപ്പെടുത്താൻ ദൈവം അവൾക്ക് അവസരം നൽകി. തന്റെ ഗർഭമാകുന്ന കൂദാശയെ ലോകദൃഷ്ടിയിൽ നിന്നൊളിപ്പിക്കാൻ കർത്താവ് അവളോട് കൽപ്പിച്ചു. ദൈവത്തിന്റെ സന്തോഷത്തെ അല്പം പോലും കന്യകയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തുമില്ല. ദൈവം ഇക്കാര്യത്തെ പ്രത്യക്ഷത്തിൽ പൂർണ്ണമായും
തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പങ്കാളിയുടെ വിവേകത്തിനും ധർമ്മബോധത്തിനും വിട്ടുകൊടുത്തു. പ്രത്യേകമായി മറ്റ് യാതൊരു സഹായവും വെളിപാടും നൽകിയതുമില്ല. ദൈവം തന്റെ കരുണയാൽ അവർ രണ്ടുപേരിലും സന്നിവേശിപ്പിച്ച സദ്ഗുണങ്ങളെ വീരോചിതമായി പ്രകാശിപ്പിക്കാനുള്ള അവസരമാക്കി ഇതിനെ മാറ്റി. മാനുഷികമായി പറഞ്ഞാൽ ഇവരുടെ പ്രതിസന്ധി വേളകളിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, വിനയം, ദീർഘക്ഷമ, സമാധാനം, സമചിത്തത എന്നീ ഗുണങ്ങൾ അവൾ പ്രകടിപ്പിക്കുന്നത് കണ്ട് ദൈവം ആനന്ദിച്ചു. അവരുടെ നിരന്തരമായ നിലവിളികളും യാചനകളും ദൈവസന്നിധിയിൽ ശ്രദ്ധിക്കപ്പെടാത്തതുപോലെയുള്ള അനുഭവത്തിലൂടെ കടന്നുപോകാൻ ദൈവം അവരെ അനുവദിച്ചു. ഇത് അവരുടെ മഹത്വം ലോകത്തിനു മുൻപിൽ പ്രകാശിപ്പിക്കാനും വിശുദ്ധിയുടെയും വിവേകത്തിന്റെയും മാതൃക ലോകത്തിന് വെളിപ്പെടുത്താനുമുള്ള ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയായിരുന്നു. എന്നാൽ സ്വീകാര്യമായ സമയത്ത് ദൈവം അവർക്ക് പ്രത്യുത്തരം നൽകുകയും ചെയ്തു. വിശുദ്ധ യോസേപ്പ് തന്നെ രഹസ്യമായി പരിത്യജിക്കാൻ തീരുമാനിച്ച കാര്യം പരിശുദ്ധ മറിയം ജ്ഞാനദൃഷ്ട്യാ അറിഞ്ഞു. തീവ്ര നൊമ്പരത്തോടെ അവൾ തന്റെ വിശുദ്ധ മാലാഖമാരോട് ഇപ്രകാരം പറഞ്ഞു: അത്യുന്നതന്റെ അനുഗ്രഹിക്കപ്പെട്ട അരൂപികളെ, സേവകരെ, അവിടുത്തെ അനുഗ്രഹത്താൽ നിങ്ങൾ അവിടുത്തെ മഹത്വത്തിൽ പങ്കാളികളാക്കപ്പെട്ടു. അവിടുത്തെ കൃപയാൽ നിങ്ങൾ എനിക്ക് സഹയാത്രികരും കാവൽക്കാരുമായി. എന്റെ പങ്കാളിയായ വിശുദ്ധ യോസേപ്പിന്റെ ദാരുണമായ അവസ്ഥയെ നിങ്ങൾ ദൈവകരുണയ്ക്ക് സമർപ്പിക്കണമേ. അദ്ദേഹത്തിന്റെ മേൽ പിതൃസഹജമായ ദൃഷ്ടികളെ പതിക്കാനും പൈതൃക ആശ്വാസം നൽകാനും നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഏറ്റവും വിധേയത്വത്തോടെ അവിടുത്തെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നവരായ നിങ്ങൾ എന്റെ പ്രാർത്ഥന കേട്ടാലും. നിത്യനായവനും എന്റെ ഉള്ളിൽ മനുഷ്യരൂപം സ്വീകരിച്ചിരിക്കുന്നവനുമായവന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ സഹായിയും സംരക്ഷകനുമായ ജീവിത പങ്കാളിയുടെ മനസ്സിൽ നിന്ന് എന്നെ പരിത്യജിക്കാനുള്ള ചിന്തകളെ ആട്ടിപ്പായിക്കണമേ. പ്രസ്തുത കാര്യസാധ്യത്തിനായി മറിയം തെരഞ്ഞെടുത്ത മാലാഖമാർ ഉടൻ തന്നെ അനുസരിച്ചു. അവർ യൗസേപ്പിന്റെ മനസ്സിൽ പരിശുദ്ധമായ ചിന്തകൾ നിറച്ചു. മറിയം ഏറ്റവും പരിശുദ്ധയാണ്, എല്ലാ പൂർണ്ണതയും തികഞ്ഞവളാണ്. അവളെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ദൈവത്തിന്റെ കാര്യങ്ങൾ മനുഷ്യർക്ക് അജ്ഞാതവും നിഗൂഢവുമാണ്. തന്നിൽ ഹൃദയം അർപ്പിച്ചിരിക്കുന്നവരോട് കർത്താവ് എന്നും വിശ്വസ്തനാണ്. പ്രതിസന്ധികളിൽ തന്റെ ദാസരെ അവിടുന്ന് ഒരിക്കലും കൈവിടുകയില്ല എന്നും അവർ വിശുദ്ധ യോസേപ്പിനെ ധരിപ്പിച്ചു. പരിശുദ്ധരായ ഈ ആന്തരിക ചോദനകളാൽ വിശുദ്ധ യോസേപ്പിന് ആശ്വാസമുണ്ടായി. ഈ ചിന്തകൾ എവിടെ നിന്ന് വരുന്നുവെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. അതേസമയം തന്റെ സങ്കട കാരണം പരിഹരിക്കപ്പെടാതിരുന്നതിനാൽ അദ്ദേഹം വീണ്ടും പൂർവ്വസ്ഥിതിയിലായി. ആശ്വാസത്തിന്റെ ഒരു കണിക പോലും ലഭിക്കാതെ ആത്മാവിൽ അസ്വസ്ഥനായി മറിയത്തെ ഉപേക്ഷിക്കാൻ അദ്ദേഹം വീണ്ടും ആലോചിച്ചു. വിശുദ്ധ യോസേപ്പിന്റെ അന്തരാത്മാവിൽ സംഭവിക്കുന്നതെല്ലാം തത്സമയം പരിശുദ്ധ മറിയം അറിഞ്ഞുകൊണ്ടിരുന്നു. പ്രശ്നപരിഹാരത്തിനായി അവൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. തന്റെ ഗർഭത്തിൽ ഉരുവായിരിക്കുന്ന സ്വപുത്രനോട് തന്നെ അവൾ തന്റെ ആത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എന്റെ ആത്മാവിന്റെ കർത്താവും ദൈവവുമായവനെ, ഞാൻ കേവലം പൂഴിയും ചാരവുമാണ്. നിന്റെ സന്നിധിയിൽ എന്റെ ദീർഘനിശ്വാസങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് എനിക്ക് തന്ന ജീവിത പങ്കാളിയോടുള്ള കടമ നിർവഹണത്തിൽ എനിക്കൊരു വീഴ്ചയും വരാൻ അനുവദിക്കരുതേ. ഇന്ന് അദ്ദേഹം കഠിന പരീക്ഷണങ്ങളാൽ വലയുകയാണ്. ഇത് അങ്ങ് അനുവദിച്ചതാണല്ലോ. അദ്ദേഹത്തെ കൈവടിയരുതേ. കരുണ കാണിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ കൃപ കണ്ടെത്താൻ എന്നെ അവിടുന്ന് യോഗ്യയാക്കിയല്ലോ. മനുഷ്യവംശത്തെ രക്ഷിക്കാൻ ഈ ദാസിയുടെ ഗർഭത്തിൽ അവതാരം ചെയ്ത അനന്തസ്നേഹത്തെ പ്രതി ഞാൻ യാചിക്കുന്നു. എന്നെ ഭർതൃപരിത്യക്തയും അനാഥയുമാക്കരുതേ. എന്നിൽ നിന്ന് അകന്നു പോകാനുള്ള തീരുമാനം നടപ്പാക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കണമേ. അത്യുന്നതൻ അവളോട് പ്രതിവചിച്ചു: ഏറ്റവും പ്രിയയായ മാടപ്രാവേ, ഞാൻ എന്റെ ദാസനായ യോസേപ്പിനെ ആശ്വസിപ്പിക്കുന്നതിന് ഇതാ അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോകുന്നു. എന്റെ വിശുദ്ധ മാലാഖ അദ്ദേഹത്തെ സന്ദർശിക്കും. ഇപ്പോൾ അതയാൾ അറിയുന്നില്ല. ആ സന്ദർശനത്തിനു ശേഷം നിനക്ക് എല്ലാ കാര്യങ്ങളും അയാളുമായി തുറന്ന് സംസാരിക്കാം. ഇത്രയും കാലം പാലിച്ചു വന്ന നിശബ്ദത ഉപേക്ഷിച്ച് ഞാൻ നിന്നിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും അദ്ദേഹവുമായി പങ്കുവയ്ക്കാം. ഞാൻ അദ്ദേഹത്തെ എന്റെ അരൂപിയാൽ നിറയ്ക്കുകയും ഈ സ്വർഗീയ രഹസ്യങ്ങളിൽ അദ്ദേഹത്തെ പങ്കാളിയാക്കുകയും ചെയ്യും. കർത്താവിന്റെ ഈ വാഗ്ദാനത്താൽ മറിയം ആശ്വസിപ്പിക്കപ്പെട്ടു. അത്യധികമായ സന്തോഷത്തോടുകൂടി അവൾ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചു. തന്റെ ദിവ്യ രഹസ്യങ്ങൾ വിശുദ്ധ യോസേപ്പിന്റെ സംരക്ഷണയിൽ ഏൽപ്പിക്കണമെങ്കിൽ അദ്ദേഹവും കഠിന പരീക്ഷകളാൽ അഗ്നിശുദ്ധി ചെയ്യപ്പെടേണ്ടിയിരുന്നു എന്ന സത്യം മറിയം മനസ്സിലാക്കിയിരുന്നു. മുൻപോട്ടുള്ള പ്രയാണത്തിൽ എന്തു മാർഗമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നറിയാതെ കഴിഞ്ഞ 2 മാസമായി യൗസേപ്പ് വലയുകയായിരുന്നു.
അതിന്റെ മൂർധന്യത്തിൽ അദ്ദേഹം എങ്ങനെ ആത്മഗതം ചെയ്തു. ഇവിടം വിട്ടൊഴിയുകയല്ലാതെ മറ്റൊരു മാർഗവും ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ഞാൻ കാണുന്നില്ല. മറിയം വിശുദ്ധയാണെന്ന് തീർച്ചയായും എനിക്കറിയാം. എന്നാൽ അവൾ ഗർഭം ധരിച്ചിരിക്കുന്നതിന്റെ നിഗൂഢ രഹസ്യമെന്തെന്ന് മനസ്സിലാക്കാനാകുന്നില്ല. നിയമാനുസരണം ശിക്ഷിക്കപ്പെടാനായി അവളെ വിട്ടുകൊടുക്കാനോ അത്തരമൊരു സാഹചര്യത്തിന് സാക്ഷിയാകാനോ എനിക്കൊരിക്കലും കഴിയുകയില്ല. അവളുടെ സൽപ്പേര് കളങ്കപ്പെടുത്താൻ ഞാൻ നിമിത്തമാകരുത്. ഞാൻ അവളെ വിട്ടുപോവുകയും ദൈവപരിപാലനയുടെ കരങ്ങളിൽ എന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുകയും ചെയ്യും. അന്ന് രാത്രി തന്നെ അവളെ വിട്ടുപോകാൻ അദ്ദേഹം തീരുമാനിച്ചു. ഏതാനും വസ്ത്രങ്ങളും മറ്റ് അത്യാവശ്യ സാധനങ്ങളും ഭാണ്ഡത്തിലാക്കി. തനിക്ക് പണിക്കൂലിയായി കിട്ടാനുണ്ടായിരുന്ന കുറച്ച് പണം വാങ്ങി കരുതിവച്ചു. രാത്രി പുറപ്പെടാനുറച്ച് അല്പം വിശ്രമിച്ചു. എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ശീലമുള്ളതിനാൽ ഇക്കാര്യവും ദൈവത്തിന് സമർപ്പിച്ച് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു. അത്യുന്നതനും പൂർവ്വപിതാക്കളായ അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെയും ദൈവമേ, ദരിദ്രരുടെയും പീഡിതരുടെയും അഭയമായവനെ, എന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ തീർച്ചയായും കാണുന്നുണ്ടല്ലോ. എന്റെ ഈ സങ്കടത്തിന്റെ കാരണഭൂതൻ ഞാനല്ല എന്നും അവിടുന്ന് അറിയുന്നു. മാത്രവുമല്ല, എന്റെ ജീവിത പങ്കാളിയുടെ അവസ്ഥ ഉളവാക്കുന്ന ദുഷ്പേരും അപകടങ്ങളും അവിടുന്ന് അറിയുന്നല്ലോ. അവൾ വ്യഭിചാരിണിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തെന്നാൽ ഞാൻ അവളുടെ സൽസ്വഭാവവും നൈർമല്യവും നിഷ്കളങ്കതയും കാണുന്നുണ്ട്. അതേസമയം അവൾ ഗർഭിണിയാണെന്ന സത്യവും എന്റെ മുൻപിലുണ്ട്. അത് എങ്ങനെ സംഭവിച്ചു, ആരുമൂലം സംഭവിച്ചുവെന്ന് എനിക്കറിഞ്ഞുകൂടാ. തന്മൂലം എനിക്ക് ഹൃദയ സമാധാനം ലഭിക്കുന്നില്ല. ആയതിനാൽ ഞാൻ അവളുടെ പക്കൽ നിന്ന് കടന്നു പോവുകയും ആരോരുമില്ലാതെ ഏതെങ്കിലും വിജന മരുഭൂമിയിൽ എന്നെ തന്നെ ദൈവകരുണയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ശേഷിച്ച കാലം കഴിയാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഏറ്റവും ലഘുവായ തിന്മയെ തിരഞ്ഞെടുക്കാനേ പറ്റുന്നുള്ളൂ. അതനുസരിച്ച് ഞാൻ അവളെ രഹസ്യമായി പരിത്യജിച്ച് അങ്ങയുടെ കരുണയ്ക്ക് എന്നെ തന്നെ സമർപ്പിച്ച് മരുഭൂമിയിൽ ജീവിക്കട്ടെ. എന്നെ കൈവെടിയരുതേ. കർത്താവെ, നിത്യനായ ദൈവമേ, നിന്നെ മാനിക്കാനും നിന്നെ സേവിക്കാനും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വിശുദ്ധ യോസേപ്പ് നിലത്തുവീണ് സാഷ്ടാംഗം പ്രണാമം ചെയ്തു. തന്റെ കയ്യിൽ യാത്രാ ആവശ്യത്തിനായി കരുതിയിരുന്ന പണത്തിന്റെ ഒരു ഭാഗം ജെറുസലേം ദേവാലയത്തിൽ കാണിക്കയായി സമർപ്പിക്കാൻ തീരുമാനിച്ചു. തന്റെ ജീവിത പങ്കാളിയോടുള്ള അത്യധികമായ ആദരവ് മൂലം എല്ലാ തരത്തിലുമുള്ള ആപത്തുകളിൽ നിന്ന് അവൾക്ക് സംരക്ഷണം ലഭിക്കാൻ ആഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം ഇപ്രകാരം തീരുമാനിച്ചത്. ഇതിനുശേഷം യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പെന്ന നിലയിൽ ശാന്തനായി കുറച്ചു സമയം ഉറക്കത്തിലാണ്ടു. അർദ്ധരാത്രിയിൽ അവൾ ഉറക്കത്തിലായിരിക്കുമ്പോൾ എഴുന്നേറ്റ് പുറപ്പെടാനായിരുന്നു തീരുമാനം. ഈ ഉറക്കത്തിൽ സംഭവിച്ച കാര്യം ഇനി വരുന്ന അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. വിശുദ്ധ യോസേപ്പ് നടത്തുന്ന തയ്യാറെടുപ്പുകളെല്ലാം പരിശുദ്ധ മറിയം തന്റെ മുറിയിലിരുന്നു കൊണ്ട് അറിയുന്നുണ്ടായിരുന്നു. ദൈവം എല്ലാം അവൾക്ക് കാട്ടിക്കൊടുത്തു എന്നു സാരം. അയാളുടെ പ്രാർത്ഥനയും അവളുടെ സംരക്ഷണത്തിനായി ചെയ്ത നേർച്ച സമർപ്പണവും എല്ലാം അവൾ അറിയുകയും കേൾക്കുകയും ചെയ്തു. യാത്രയ്ക്കായി ഒരുക്കിവെച്ച അല്പമാത്രമായ ഭാണ്ഡക്കെട്ടിലെ കരുതലുകൾ അവളുടെ കണ്ണുകളെ നനയിച്ചു. അവൾ വീണ്ടും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾ ദൈവത്തെ വാഴ്ത്തുകയും മനുഷ്യർക്ക് അജ്ഞാതമായ വഴികളിൽ കൂടി അവരെ നയിക്കുന്ന ദൈവകാരുണ്യത്തിന് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്തു. മറിയവും യോസേപ്പും അഗാധമായ ദുഃഖം അനുഭവിക്കണമെന്നത് ദൈവഹിതമായിരുന്നു. അങ്ങനെയാണ് ദൈവം എല്ലാം ക്രമീകരിച്ചത്. അതെ, ദൈവഹിതമാണ് എല്ലാറ്റിനും മേലെയുള്ളത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏതാനും ചില കാര്യങ്ങൾ കൂടി പറയുന്നത് ഉചിതമായിരിക്കും. ഒന്നാമതായി, വിശുദ്ധ യോസേപ്പ് വിവേകശാലിയായിരുന്നു. ദൈവത്തിന്റെ പ്രകാശം അയാളിൽ നിറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മറിയത്തെപ്പറ്റി ഉന്നതമായ അഭിപ്രായം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്യുന്നതന്റെ സന്ദേശങ്ങളെയും ദൈവികമായ ഉൾപ്രചോദനങ്ങളെയും തുറന്ന മനസ്സോടെ വിശുദ്ധ യോസേപ്പ് സ്വീകരിച്ചിരുന്നു. അതിനാൽ മനുഷ്യ അവതാര രഹസ്യം വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ യുക്തിയെ ആശ്രയിക്കാതെ അദ്ദേഹം ഹൃദയത്തിൽ ആ സത്യം ഗ്രഹിച്ചു. രണ്ടാമത്തെ കാരണം അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളുടെ അനുഭവമായിരുന്നു. മറിയത്തിന്റെ ഗർഭാവസ്ഥ തനിക്ക് ഇന്ദ്രിയ ഗോചരമായി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളുടെ തുടക്കം. ഇന്ദ്രിയങ്ങൾ പലപ്പോഴും മിഥ്യകളാണ് സമ്മാനിക്കുക. അതുകൊണ്ട് തന്നെ കഠിനമായ അനുഭവങ്ങളിൽ കൂടി ഇന്ദ്രിയങ്ങളെ ശിക്ഷണം ചെയ്ത് ശരിയായ കാഴ്ചപ്പാടിൽ എത്തേണ്ടിയിരുന്നു. മൂന്നാമത്തെ കാരണം മേൽ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് കാണണം. വിശുദ്ധ യോസേപ്പ് നിഷ്കളങ്കനായിരുന്നെങ്കിലും സഹനങ്ങളുടെ ഞെരുക്കത്തിൽപ്പെട്ട് തളർന്നുപോയി. തന്മൂലം മാലാഖിയുടെ അരുളപ്പാടിനെ ഗ്രഹിക്കാൻ അല്പകാലം കഴിവില്ലാത്തവനായി മാറി. അതുകൊണ്ട് തന്റെ ഇന്ദ്രിയങ്ങൾ തൽക്കാലം പ്രവർത്തനരഹിതമായ അവസ്ഥയിൽ
ഉറക്കത്തിൽ മാലാഖ അദ്ദേഹത്തെ സന്ദർശിച്ച് കൃത്യമായി ഗ്രഹിക്കാനാവുന്ന വിധം നൽകി. അങ്ങനെ ഈ അനുഭവങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ മനസ്സും ഇന്ദ്രിയങ്ങളും അഗ്നിശുദ്ധി കൈവരിച്ചു. ഉപവി പ്രവൃത്തികളിലൂടെ സകല തടസ്സങ്ങളും നീങ്ങി. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ശക്തമായി അദ്ദേഹത്തിൽ വ്യാപരിച്ചു. തന്റെ പ്രിയതമ ദൈവത്തിന്റെ അമ്മയാണെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് അദ്ദേഹം ഉണർന്നെഴുന്നേറ്റത്. തനിക്കു ലഭ്യമായ മനുഷ്യബുദ്ധിക്കതീതമായ ഈ മഹാഭാഗ്യത്തിൽ അദ്ദേഹം ആനന്ദവാനായി. അതേസമയം തൊട്ടുമുൻപ് താനെടുത്ത നിലപാടിൽ അദ്ദേഹം അതീവ ദുഃഖിതനുമായിരുന്നു. തന്മൂലം അദ്ദേഹം നിലത്തു സാഷ്ടാംഗ പ്രണാമം ചെയ്ത് സ്വയം എളിമപ്പെടുത്തുകയും ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രം ചെയ്യുകയും ചെയ്തു. ഈ മഹാരഹസ്യം തനിക്ക് വെളിപ്പെടുത്തി കിട്ടിയതിൽ അദ്ദേഹം ആനന്ദ കണ്ണീർ പൊഴിച്ചു. ദൈവം തന്റെ മാതാവായി തിരഞ്ഞെടുത്തവളുടെ ദാസനാകാൻ പോലും തനിക്ക് യോഗ്യതയില്ല, എന്നിട്ട് അവളുടെ ഭർത്താവായി തന്നെ തിരഞ്ഞെടുത്തതിൽ അദ്ദേഹം ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചു. ഈ തിരിച്ചറിവോടെ വിശുദ്ധ യോസേപ്പിന്റെ അന്തരാത്മാവ് പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അനുഭവങ്ങൾ സ്വീകരിക്കാനായി ഒരുക്കം ആരംഭിച്ചു. തൊട്ടു മുൻപുള്ള ഏതാനും മാസങ്ങളിലെ അനുഭവങ്ങൾ അദ്ദേഹത്തെ എളിമയുടെ അഗാധങ്ങളിലേക്ക് ആനയിച്ചു. ദൈവത്തിന്റെ മഹാരഹസ്യങ്ങൾ ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തിന് ഇപ്രകാരമുള്ള ഒരുക്കം അനിവാര്യമായിരുന്നു. ഈ അനുഭവത്തിന്റെ മായാത്ത ഓർമ്മകൾ എന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ പച്ചക്കെടാതെ കിടന്നിരുന്നു. എല്ലാ കുറ്റങ്ങളും സ്വയം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു: അത്യുന്നതനായ ദൈവം തന്റെ മാതാവും വാസഗേഹവുമായി നിശ്ചയിച്ച സ്വർഗം തൊട്ട എളിമ നിറഞ്ഞ മാടപ്രാവേ, എന്നെപ്പോലെയൊരു അധമനായ അടിമയ്ക്ക് നിന്റെ വിശ്വസ്തതയെ എങ്ങനെ സംശയിക്കാനായി? ഭൂസ്വർഗങ്ങളുടെ രാജ്ഞിയും പ്രപഞ്ചത്തിന്റെ യജമാനത്തിയുമായവളാൽ പരിചരിക്കപ്പെടാൻ കേവലം പൊടിയും ചാരവുമായ എനിക്കെങ്ങനെ സാധിക്കും? നിന്റെ പാദസ്പർശമേറ്റ പവിത്രമായ മണ്ണിനെ ചുംബിച്ചാദരിക്കാതിരിക്കാൻ എനിക്കെങ്ങനെ കഴിയും? മുട്ടിന്മേൽ നിന്നുകൊണ്ട് നിനക്കു ദാസ്യവേല ചെയ്യേണ്ടവനല്ലേ ഈ എളിയവൻ? നിന്റെ സന്നിധിയിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി നിന്നെ നോക്കാനും നാവ് തുറന്ന് സംസാരിക്കാനും എനിക്കെങ്ങനെ ധൈര്യമുണ്ടാകും? എന്റെ ദൈവമായ കർത്താവേ, അവളുടെ പക്കൽ ക്ഷമായാചനം ചെയ്യാനുള്ള കൃപയും ധൈര്യവും എനിക്ക് നൽകണമേ. ഒപ്പം ഈ എളിയ ദാസന് മാപ്പു തരാൻ അവളുടെ ഹൃദയത്തെ ഒരുക്കണമേ. പരിശുദ്ധ മറിയം മിക്കപ്പോഴും മധുര ധ്യാനത്തിൽ മുഴുകി തന്റെ മുറിക്കുള്ളിലായിരിക്കും. അതുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ മാത്രമേ അവൾ അയാളെ കണ്ടിരുന്നുള്ളൂ. യാത്രയ്ക്കായി ഒരുക്കിവെച്ച സാമഗ്രികളെല്ലാം തിരികെ വെച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നേരത്തേതിൽ നിന്ന് വ്യത്യസ്തമായ വികാരങ്ങളാണിപ്പോൾ അദ്ദേഹത്തെ അശ്രുപൂരിതനാക്കുന്നത്. കണ്ണീരോടെ അദ്ദേഹം മറിയത്തോട് ആദരവ് പ്രകടിപ്പിക്കാൻ തുടങ്ങി. വീട്ടിലെ മുറികളെല്ലാം വൃത്തിയായി ക്രമീകരിച്ചു. നിലമെല്ലാം തുടച്ച് ഭംഗിയാക്കി. മുൻപ് അവൾ ചെയ്തിരുന്ന വീട്ടുജോലികൾ കൂടി സ്വയം ഏറ്റെടുത്തു ചെയ്തു. അവളോടുള്ള ബന്ധത്തിൽ തന്നെ മാറ്റങ്ങൾ വന്നു. സ്വമേധയാ അവൾക്ക് ദാസനായിരിക്കാനും യജമാനത്തിയുടെ സ്ഥാനം അവൾക്ക് നൽകാനും അദ്ദേഹം നിശ്ചയിച്ചു. കൂടുതൽ താഴ്മയും സേവന വ്യഗ്രതയും കാട്ടുന്ന കാര്യത്തിൽ ആ ദിവസം മുതൽ മധുരതരമായ ഒരു മത്സരം തന്നെ അവർക്കിടയിൽ ഉടലെടുത്തു. വിശുദ്ധ യൗസേപ്പിന് സംഭവിച്ച മാറ്റങ്ങൾ കൃത്യമായി തന്നെ പരിശുദ്ധ കന്യക തിരിച്ചറിഞ്ഞു. ഒന്നും അവളുടെ ദൃഷ്ടിയിൽ മറിഞ്ഞിരുന്നില്ല. മറിയത്തിന്റെ ധ്യാന സമയം കഴിയുന്നതുവരെ അവളുടെ മുറിക്ക് വെളിയിൽ കാത്തുനിന്നു. പതിവ് സമയമായപ്പോൾ സ്വർഗീയ രാജാവിന്റെ അമ്മ തന്റെ എളിയ വാസസ്ഥലത്തിന്റെ വാതിൽ മെല്ലെ തുറന്നു. അകത്ത് പ്രവേശിച്ച ഉടൻ വിശുദ്ധ യൗസേപ്പ് മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നിത്യവചനത്തിന്റെ മാതാവും എന്റെ യജമാനത്തിയുമായവളെ, ഇതാ ഞാൻ നിന്റെ ദാസൻ. നിന്റെ ദയയെ കാംക്ഷിച്ചുകൊണ്ട് നിന്റെ മുൻപിൽ പ്രണാമമർപ്പിക്കുന്നു. എന്റെ അവിവേകപൂർണമായ പ്രവൃത്തിക്ക് മാപ്പു തരണമെന്ന് നിന്റെ കന്യാഗർഭത്തിൽ നീ വഹിക്കുന്ന കർത്താവായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് യാചിക്കുന്നു. എന്റെ എല്ലാ മനോവ്യാപാരങ്ങളെയും നിന്റെ സ്വർഗീയ ജ്ഞാനം കൊണ്ട് തിരിച്ചറിയുന്നുണ്ടല്ലോ. നിന്റെ ഉൾക്കാഴ്ചയിൽ നിന്ന് അവയൊന്നും മറയ്ക്കുക സാധ്യമല്ല. നിന്നെ ത്യജിക്കാനുള്ള എന്റെ നിശ്ചയം അഹന്തയുടെ തീരുമാനമായിരുന്നു. നിന്നെ അപമാനിക്കത്തക്ക വിധം പെരുമാറിയത് മഹാ അപരാധമായി ഞാൻ കരുതുന്നു. ഞാൻ നിന്നെ എന്റെ കർത്താവിന്റെ അമ്മയായി കരുതി ആദരിക്കേണ്ടതിന് പകരം അപമാനിക്കുകയാണല്ലോ ചെയ്തത്. എന്റെ അത്തരം പ്രവൃത്തികൾ അജ്ഞതയിൽ നിന്ന് ഉരുവായതാണെന്ന് തീർച്ചയായും നിനക്കറിയാം. ദൈവം നിനക്കു സമ്മാനിച്ച മറ്റെല്ലാ വരദാനങ്ങളെയും ഞാൻ മനസ്സിലാക്കുകയും ആദരിക്കുകയും ചെയ്തെങ്കിലും ദൈവമാതൃത്വമെന്ന കൂദാശിയുടെ മഹത്വം ഞാൻ ഇതുവരെയും തിരിച്ചറിഞ്ഞിരുന്നില്ല. എന്നെപ്പോലെ എളിയവനായ ഒരാളുടെ അജ്ഞതയെ നീ പരിഗണിക്കരുതേ. എനിക്കിപ്പോൾ ലഭിച്ച പുതിയ ജ്ഞാനത്താൽ ഞാനിതാ എന്റെ മനസ്സിനെയും ജീവിതം മുഴുവനെയും
നിന്നെ ശ്രദ്ധിക്കാനും ശുശ്രൂഷിക്കാനുമായി നീക്കിവയ്ക്കുന്നു. നിന്നിൽ നിന്ന് എനിക്ക് അനുകൂലമായ മറുപടിയും മാപ്പും ഉറപ്പാകുന്നതുവരെ, നിന്റെ സന്മനസ്സും അനുഗ്രഹവും എനിക്ക് ലഭിക്കുന്നതുവരെ ഞാൻ എന്റെ മുട്ടിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല. പരിശുദ്ധ അമ്മയാകട്ടെ വിശുദ്ധ യൗസേപ്പിന്റെ എളിമ നിറഞ്ഞ ഈ വചനങ്ങൾ കേട്ട് സമ്മിശ്ര വികാരങ്ങളാൽ തരളിതയായി. അവൾ കർത്താവിൽ സന്തോഷിച്ചു. എന്തെന്നാൽ കർത്താവിന്റെ ദിവ്യരഹസ്യങ്ങളെ അദ്ദേഹം ആഴത്തിൽ മനസ്സിലാക്കുകയും അതുവഴി അവയുടെ കാവലാളാകാൻ സർവഥാ യോഗ്യനായി തീരുകയും ചെയ്തിരുന്നുവെന്ന് അവൾ അറിഞ്ഞു. ഇനിമേൽ ആത്മപരിത്യാഗത്തോടെയും ദാസനടുത്ത താഴ്മയോടെയും തന്നെ സേവിക്കാനാണ് അദ്ദേഹത്തിന് തീരുമാനമെന്ന തിരിച്ചറിവ് അവളിൽ മനോവേദന ഉളവാക്കി. ഇങ്ങനെയുള്ള ഒരു മാറ്റം അദ്ദേഹത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്യാനുള്ള തന്റെ ശ്രമങ്ങൾക്ക് തടസ്സമാകുമെന്നാണവൾ വിചാരിച്ചത്. ദൈവമാതാവായി തന്നെ തിരിച്ചറിഞ്ഞത് മൂലം ഇനിമേൽ സ്വന്തം ദാസിയായിട്ടും തനിക്ക് വിധേയപ്പെട്ടിരിക്കുന്നവളായിട്ടും കരുതുകയില്ല എന്ന കാര്യം മറിയത്തിൽ വലിയ ദുഃഖം ഉളവാക്കി. അവൾ തന്റെ ഭർത്താവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച ശേഷം ആ പാദങ്ങളിൽ പ്രണമിച്ച് അദ്ദേഹത്തിന്റെ തടസ്സപ്പെടുത്തൽ അവൾ അവഗണിച്ചു. അനന്തരം അവൾ ഇപ്രകാരം പറഞ്ഞു: എന്റെ യജമാനനും ഭർത്താവുമായവനെ, ഞാൻ അങ്ങയോടാണ് ക്ഷമ ചോദിക്കേണ്ടത്. അങ്ങാണ് എനിക്ക് മാപ്പു തരേണ്ടത്. എന്തെന്നാൽ ഞാൻ മൂലമാണ് അങ്ങ് ദുഃഖിതനും ആകുലനുമായത്. അതിനാൽ ഇതാ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഞാൻ ക്ഷമായാചനം ചെയ്യുന്നു. അങ്ങയുടെ ഭയത്തെ ദയവായി ഉപേക്ഷിക്കുക. എന്തെന്നാൽ അത്യുന്നതൻ എന്റെ ആശകളെയും സങ്കടങ്ങളെയും കരുതലോടെ തൃക്കൺ പാർത്തിരിക്കുന്നു. തന്റെ ഭർത്താവിനെ ആശ്വസിപ്പിക്കുന്നത് ഏറ്റവും ഉചിതമായ കാര്യമായി മറിയം കരുതി. അതിനാൽ അവൾ ഇപ്രകാരം തുടർന്നു: ഞാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് പോലെ എന്റെ ഗർഭത്തിൽ ഞാൻ വഹിക്കുന്ന മഹാകൂദാശയെപ്പറ്റി സ്വന്തമായ ഒരു വിശദീകരണം നൽകുക സാധ്യമായിരുന്നില്ല. എന്തെന്നാൽ അത്യുന്നതന്റെ ദാസിയായ ഞാൻ അവിടുത്തെ തിരുഹിതം വെളിപ്പെടാനായി ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു. അതായിരുന്നു എന്റെ കർത്തവ്യം. ഞാൻ നിശബ്ദയായിരുന്നത് അങ്ങയെ എന്റെ യജമാനനും പങ്കാളിയുമായി കരുതി ബഹുമാനിക്കാൻ മനസ്സില്ലാഞ്ഞിട്ടല്ലായിരുന്നു. ഞാൻ അങ്ങയുടെ ദാസിയായി സദാസമയവും അങ്ങയുടെ ആഗ്രഹങ്ങൾക്കും സ്നേഹത്തിനും വഴങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്ന് എന്റെ ഉള്ളിൽ ഞാൻ വഹിക്കുന്ന കർത്താവിന്റെ നാമത്തിൽ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. എന്നോട് സംസാരിക്കുന്നതും എന്നോടിടപെടുന്നതും മുൻപെന്ന പോലെയായിരിക്കണം. കർത്താവ് എന്നെ അവിടുത്തെ അമ്മയായി നിയോഗിച്ചത് ഉത്തരവുകൾ നൽകാനും മറ്റുള്ളവരാൽ സേവിക്കപ്പെടാനുമല്ല, പ്രത്യുത ശുശ്രൂഷിക്കാനും എല്ലാ കാര്യങ്ങളിലും അങ്ങേക്ക് വിധേയപ്പെട്ട് അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാനുമത്രേ. ഇതുമാത്രമാണെന്റെ കടമ. അതിന് പുറത്തുള്ളതൊന്നും എനിക്ക് ആനന്ദമോ സമാധാനമോ തരുകയില്ല. ദൈവഹിതം ഇങ്ങനെയായിരിക്കുന്നതിനാൽ അങ്ങയെ ശുശ്രൂഷിക്കാനായി എന്നെ അനുവദിക്കുക. അത്യുന്നതൻ അങ്ങയെ ഏറ്റവും അനുയോജ്യനായ സംരക്ഷകനും തീക്ഷ്ണതയുള്ള സഹായിയുമായി എനിക്കു തന്നിരിക്കുന്നു. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ സംരക്ഷണയുടെ തണലിൽ എന്റെ ഉദരഫലമായ കർത്താവും ദൈവവുമായവനെ വളർത്താൻ അവിടുന്ന് താൽപ്പര്യപ്പെടുന്നു. ഇപ്രകാരം മാധുര്യം വഴിഞ്ഞൊരുക്കുന്ന ആശ്വാസവചനങ്ങളാൽ പരിശുദ്ധ മറിയം വിശുദ്ധ യൗസേപ്പിനെ സന്തോഷചിത്തനാക്കി. അദ്ദേഹം അവളെ മുട്ടിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അനന്തരം അവർ ഇനി എന്തു ചെയ്യണം എന്നതിനെപ്പറ്റി ആലോചിച്ചു. അവൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതയും പരിശുദ്ധാത്മാവിൽ നിന്നും പുറപ്പെടുന്ന വചനത്തെ ഉള്ളിൽ സംവഹിക്കുന്നവളുമായിരുന്നതിനാൽ അവളുടെ സാന്നിധ്യം വിശുദ്ധ യൗസേപ്പിനെ ദിവ്യവരപ്രസാദത്താലും ആത്മജ്ഞാനത്താലും നിറച്ചു. അരൂപിയാൽ നവീകരിക്കപ്പെട്ട വിശുദ്ധ യൗസേപ്പ് ഇപ്രകാരം പറഞ്ഞു: നീ സ്ത്രീകളിൽ ഏറ്റവും ഭാഗ്യവതിയാകുന്നു. എല്ലാ ജനതകളിലും തലമുറകളിലും നിന്ന് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചവൻ നിത്യസ്തുതികളാൽ വാഴ്ത്തപ്പെടട്ടെ. എന്തെന്നാൽ അവിടുന്ന് സ്വർഗസിംഹാസനത്തിൽ നിന്നും എന്നെ കടാക്ഷിക്കുകയും തന്റെ ഭൂമിയിലെ വാസസ്ഥലമായി നിന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ പൂർവ്വപിതാക്കന്മാരോടും പ്രവാചകരോടും അരുൾ ചെയ്ത കാര്യങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാ തലമുറകളും അവിടുത്തെ നാമം വാഴ്ത്തട്ടെ. എന്തെന്നാൽ മറ്റെല്ലാ മനുഷ്യരെയും മാറ്റി അവിടുന്ന് നിന്റെ എളിമയിലൂടെ തന്റെ നാമത്തെ വെളിപ്പെടുത്തുകയും തന്റെ കരുണയാൽ ഈ എളിയവനെ നിന്റെ ദാസനായി നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വിവേകത്തോടെയാണ് വിശുദ്ധ യോസേപ്പ് ഈ വചനങ്ങൾ മൊഴിഞ്ഞത്. ഇത് മുൻപ് മറിയം എലിസബത്തിനെ അഭിനന്ദിച്ച വേളയിൽ അവൾ ചൊല്ലിയ അഭിവാദനം പോലെ തന്നെ. വിശുദ്ധ യോസേപ്പിന് ലഭിച്ച ഉൾവെളിച്ചം ആത്മപ്രചോദനവും അദ്ദേഹത്തിന്റെ അന്തസ്സിന് എത്രയും ഉചിതവും തന്നെ. ഈ വചനങ്ങൾ കേട്ട പരിശുദ്ധ മറിയം എലിസബത്തിന് മുന്നിൽ പറഞ്ഞ സ്തോത്രഗീതത്തിന്റെ ഭാഷയിൽ തന്നെ മറുപടിയും പറഞ്ഞു.
അതോടൊപ്പം മറ്റു ചില സ്തുതിഗീതങ്ങളും ചേർത്തു. അവൾ സ്വർഗീയമായ ആനന്ദാഗ്നിയിൽ ജ്വലിച്ച് ഒരു പ്രകാശഗോളത്തിൽ ആവരണം ചെയ്യപ്പെട്ട് ഭൂമിയിൽ നിന്നുയർന്നു. മഹത്വത്തിന്റെ വരങ്ങൾ കൊണ്ട് രൂപാന്തരം പ്രാപിച്ചു. ഈ സ്വർഗീയ ദർശനത്തിൽ വിശുദ്ധ യോസേപ്പ് അവാച്യമായ ആനന്ദം കൊണ്ട് നിറഞ്ഞു. എന്തെന്നാൽ മുമ്പൊരിക്കലും മറിയത്തെ ഇത്തരമൊരു അവസ്ഥയിൽ അദ്ദേഹം ദർശിച്ചിരുന്നില്ല. മറിയത്തിന്റെ വ്യക്തിത്വത്തിന്റെ പൂർണ്ണതയും അവളുടെ സ്വർഗീയ അന്തസ്സിന്റെ നിഗൂഢ സൗന്ദര്യവും തനിക്ക് വെളിപ്പെട്ടപ്പോൾ യോസേപ്പ് അവളുടെ യഥാർത്ഥ മഹത്വത്തെ പൂർണ്ണമായും തിരിച്ചറിഞ്ഞു. അവളുടെ കന്യാഗർഭത്തിൽ ഉരുവാകുന്ന ദൈവത്തിന്റെ ശൈശവത്തെയും അതിൽ ഗാഢമായി പരസ്പരം ഒന്നുചേരുന്ന വചനത്തിന്റെ രണ്ട് സ്വഭാവങ്ങളെയും തിരിച്ചറിയാൻ അദ്ദേഹത്തിനു കഴിഞ്ഞു. അഗാധമായ എളിമയോടും ഭവ്യതയോടും കൂടി അദ്ദേഹം അതിനെ തന്റെ രക്ഷകനായി കണ്ട് ആരാധിച്ചു. തന്നെ തന്നെ ആ രാജകീയ മഹത്വത്തിന്റെ സേവനത്തിനായി സമർപ്പിച്ചു. കർത്താവ് അദ്ദേഹത്തെ തന്റെ ദത്തുപിതാവായി സ്വീകരിക്കുകയും ആ സ്ഥാനം നൽകി ആദരിക്കുകയും ചെയ്തു. ക്രൈസ്തവ ഭക്തി അംഗീകരിക്കുകയും അംഗീകരിക്കേണ്ടതുമായ ജ്ഞാനത്തിന്റെ സമൃദ്ധിയും വരങ്ങളും സ്വർഗീയ പിതാവ് വിശുദ്ധ യോസേപ്പിൽ വർഷിച്ചു. വിസ്താര ഭയത്താൽ എനിക്ക് വെളിപ്പെട്ട വിശുദ്ധ യോസേപ്പിന്റെ അപാരമായ മഹത്വങ്ങളെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അദ്ദേഹം തളർന്നു പോവുകയോ ജീവിതസഖിയെ നഷ്ടപ്പെടുക എന്ന സാധ്യതയുടെ ദുഃഖഭാരം പേറി മരണപ്പെടുകയോ ചെയ്തില്ല എന്ന കാര്യം അദ്ദേഹത്തിന്റെ മഹാമനസ്കതയുടെയും അഗാധമായ ജീവിതവിശുദ്ധിയുടെയും അടയാളമായി കരുതാം. എന്നാൽ അതിനേക്കാൾ അത്ഭുതകരമായ കാര്യം തനിക്ക് അപ്രതീക്ഷിതമായി ലഭ്യമായ ഉന്നത കൃപാവരങ്ങളിലും ദൈവിക വെളിപ്പാടുകളിലും ആനന്ദത്താൽ മതിമറന്നു പോയില്ല എന്നതാണ്. കർത്താവ് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ തയ്യാറാക്കിയിരുന്നില്ലെങ്കിൽ അവിടുത്തെ വരദാനങ്ങളെ ഉൾക്കൊള്ളുന്നതിനോ ദിവ്യരഹസ്യം പ്രദാനം ചെയ്ത അത്യധികമായ ആനന്ദത്തെ അതിജീവിക്കുന്നതിനോ കഴിയുമായിരുന്നില്ല. ദൈവമാതാവായി ഉയർത്തപ്പെട്ട തന്റെ സഖിയോട് ഉചിതമായി ഇടപെടുന്നതിനും മനുഷ്യ അവതാര രഹസ്യത്തിൽ സഹകരിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള എല്ലാ വരങ്ങളും നൽകി വിശുദ്ധ യോസേപ്പ് ഉയർത്തപ്പെട്ടു. ഇതേപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പിന്നാലെ പറയാം. ദൈവം മറിയത്തിന് ജീവിത പങ്കാളിയായി തന്നെ തിരഞ്ഞെടുത്തതിന്റെ അടയാളമായിരുന്നു അവരുടെ വിവാഹ വാഗ്ദാനത്തിന് മുൻപേ നൽകപ്പെട്ട വരങ്ങൾ. അദ്ദേഹം ഈ സ്ഥാനത്തിന് യോഗ്യനാണെന്ന് തെളിയിക്കപ്പെട്ടതിന്റെ സൂചനയായിരുന്നു പിന്നീട് നൽകപ്പെട്ട വരങ്ങൾ. അത്യധികമായ വിനയത്തോടുകൂടി തന്റെ സങ്കടവേളകളിൽ അവൾ അദ്ദേഹത്തിന് സാന്ത്വനമേകി. ഔചിത്യത്തോടെ വികാരങ്ങൾ നിയന്ത്രിച്ച് വിവേകത്തോടെ ശുശ്രൂഷകൾ നൽകി. വരദാനങ്ങളുടെ സ്വീകരണത്തിനായി അദ്ദേഹത്തെ ഒരുക്കി. അങ്ങനെ പരിശുദ്ധ മറിയം വിശുദ്ധ യോസേപ്പിതാവിന്റെ സ്നേഹാതിരുവുകൾ നേടിയെടുത്തു. എലിസബത്തിനും സ്നാപക യോഹന്നാനും വരദാന ലബ്ധിക്കും മറിയം കാരണമായതുപോലെ തന്നെ വിശുദ്ധ യോസേപ്പിനും അവൾ നിരവധിയായ ദൈവാനുഗ്രഹങ്ങളുടെ ഉപകരണമായി മാറി. ഇതെല്ലാം മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്ത വിശുദ്ധ യോസേപ്പിന്റെ ഹൃദയം നന്ദിയാലും സ്നേഹത്താലും തുടിച്ചു. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ: എന്റെ മകളെ, ഞാൻ നിനക്ക് വെളിപ്പെടുത്തിയ ഈ ചരിത്രവും നീ അറിയാത്ത മറ്റു കാര്യങ്ങളും ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടിയാണ്. നീ ഈ കാര്യങ്ങളെ എന്റെ ജീവിതത്തിന്റെ ദർപ്പണമായി കാണാനും നിന്റെ ജീവിതത്തിന് അനിവാര്യമായ മാതൃകയായി സ്വീകരിക്കാനുമാണ്. അനശ്വര ജീവന്റെ നിയമങ്ങളെ നിന്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ടത് ഗുരുനാഥ എന്ന നിലയിലുള്ള എന്റെ ചുമതലയാണ്. ഈ കാര്യങ്ങളെ നിന്റെ ഹൃദയഫലകത്തിൽ കൊത്തിവയ്ക്കുക. എല്ലാ ഉപദേശങ്ങളെയും സ്വീകരിക്കാനും അനുസരിക്കാനും ശ്രദ്ധയുള്ള വിദ്യാർത്ഥിയായിരിക്കുക. എന്റെ ജീവിത പങ്കാളിയായ വിശുദ്ധ യോസേപ്പിന്റെ ദൈവത്തോടുള്ള അനുസരണവും എളിമയും നിനക്ക് മാതൃകയും പ്രചോദനവുമായിരിക്കട്ടെ. എന്തെന്നാൽ അദ്ദേഹം തന്റെ ഹൃദയത്തെ ഉന്നതനായ ദൈവത്തിന്റെ തിരുഹിത നിർവഹണത്തിനായി സമർപ്പിച്ചപ്പോൾ ദൈവം ആ ഹൃദയത്തെ സമൃദ്ധമായ അനുഗ്രഹങ്ങളാൽ നിറച്ചു. അവിടുന്ന് അദ്ദേഹത്തെ പൂർണ്ണമായി നവീകരിച്ചു. നിന്റെ കുറവുകൾ അവിടുന്ന് ആഗ്രഹിക്കുന്ന ജോലികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ളതല്ല, പ്രത്യുത അവിടുത്തെ തിരുഹിത നിർവഹണത്തിനു വേണ്ടിയുള്ളതാണ്. മനുഷ്യന്റെ ദുഷ്പ്രവൃത്തികളിൽ ദൈവത്തിനുള്ള അസംതൃപ്തിയും ക്ഷോഭവും ഈ അവസരത്തിൽ നിനക്കു വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോസേപ്പിന്റെ സംശയങ്ങളുടെയും സങ്കടങ്ങളുടെയും അവസരത്തിൽ ഞാൻ പ്രകടിപ്പിച്ച വിനയവും വിവേകവും നൽകിയ ശുശ്രൂഷകളും നിനക്ക് വെളിപ്പെടുത്തി തരുന്നത് മറ്റു മനുഷ്യർ സമാന അവസരങ്ങളിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ്. മനുഷ്യർ പരസ്പരം എളിമയും സ്നേഹവും ഇല്ലാതെ മനുഷ്യത്വഹീനമായ രീതിയിൽ പെരുമാറുന്നതാണ് കർത്താവിന്റെയും എന്റെയും ക്ഷോഭത്തിനു കാരണം. ഈ രീതിയിൽ അവർ 3 തരം തിന്മകൾക്ക് അടിപ്പെടുന്നു. അവ ദൈവത്തെ അസംതൃപ്തനാക്കുകയും അവിടുത്തെ കരുണാപ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നു.
പിതാവായ ദൈവം മനുഷ്യന് തന്റെ മക്കൾ എന്ന അനുഗ്രഹീത സ്ഥാനം നൽകി തന്റെ കരവേലയാക്കി സ്വന്തം പ്രകൃതിയും നൽകി. തന്റെ കരുണയാൽ അവരെ പരിപാലിച്ചു. കർത്താവിന്റെ മേശയിൽ നിന്ന് അവിടുത്തെ തിരുശരീര രക്തങ്ങളാകുന്ന ഭക്ഷണം നൽകി അവരെ വളർത്തി. എന്നിട്ടും ഈ ആനുകൂല്യങ്ങളെയും കൃപകളെയും അവർ മറക്കുന്നു. അവരുടെ സർവ്വശ്രദ്ധയും ലൗകികതയിലും അപ്രസക്ത കാര്യങ്ങളിലും വ്യാപരിക്കുന്നു. ചിന്താശൂന്യമായ ആവേശങ്ങളിൽ അവർ മുഴുകുന്നു. കോപം ആളിക്കത്തുന്നു. ഭിന്നതയും ഉതപ്പും കലാപവും ഉണ്ടാക്കുന്നു. പരുഷമായ വാക്കുകൾ പ്രയോഗിക്കുന്നു. മാരകമായ വിദ്വേഷവും പ്രതികാരാസക്തിയും പരസ്പരം പ്രകടിപ്പിച്ച് മനുഷ്യത്വഹീനമായി അധപതിക്കുന്നു. മാനുഷികമായ ദൗർബല്യത്താലും പിശാചിന്റെ പ്രവർത്തനത്താലും ആത്മസംയമനത്തിന്റെ കുറവുകൊണ്ടും ആരെങ്കിലും ഇങ്ങനെയുള്ള തിന്മകൾ കടിമപ്പെട്ടാൽ അതിൽ നിന്നും സ്വയം മോചിതരാകുന്നതിനും അനുരഞ്ജിതരായിത്തീരുന്നതിനും ശ്രമിക്കുന്നില്ല. നീതിമാനായ ന്യായാധിപന്റെ മുൻപിൽ ഇങ്ങനെ വർത്തിച്ച് അവർ അവിടുത്തെ കരുണയെ തള്ളിക്കളയുന്നു. തന്മൂലം കരുണയുള്ള സ്നേഹപിതാവിനെ അവർ കാർക്കശ്യമുള്ളവനാക്കുകയും സ്വയം ശിക്ഷയ്ക്ക് അർഹരായിത്തീരുകയും ചെയ്യുന്നു. ചിലപ്പോഴൊക്കെ തന്റെ സഹോദരൻ മാപ്പ് ചോദിച്ച് രമ്യപ്പെടാനെത്തുമ്പോൾ അവന്റെ ദ്രോഹത്തിനിരയായവൻ അവനിൽ നിന്നും അധിക പരിഹാരങ്ങൾ ആവശ്യപ്പെടുന്നതും ദൈവത്തെ പ്രകോപിപ്പിക്കുന്നു. തങ്ങൾ അതിക്രൂരമായി ദ്രോഹിച്ച ദൈവത്തിൽ നിന്നും മനുഷ്യൻ അനുതപിച്ച് മാപ്പും പാപക്ഷമയും നേടുന്നു. എന്നാൽ കേവലം പൊടിയും ചാരവുമായ അതേ മനുഷ്യൻ തന്നെ ദ്രോഹിച്ച സഹോദരങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് താൻ നേടിയ മാപ്പ് കൊടുക്കാതിരിക്കുകയും അവരോട് പ്രതികാര ബുദ്ധിയോടെ പെരുമാറുകയും ചെയ്യുന്നു. സഭയുടെ മക്കൾ ചെയ്യുന്ന തിന്മകളിൽ വെച്ച് ദൈവദൃഷ്ടിയിൽ ഏറ്റവും നീചമായത് ഇതത്രേ. സഹോദരന്റെ തെറ്റുകൾ 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പഠിപ്പിച്ച ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകാശത്തിൽ നിനക്കിത് തിരിച്ചറിയാൻ കഴിയും. ഒരു ദിവസം പലതവണ നിന്നോട് തെറ്റു ചെയ്യുകയും ഓരോ പ്രാവശ്യവും തിരികെ വന്ന് മാപ്പപേക്ഷിക്കുകയും ചെയ്താൽ എത്ര തവണ ക്ഷമിക്കണം എന്നന്വേഷിക്കാതെ അവനോട് ക്ഷമിക്കാനാണ് അവിടുന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഹൃദയപൂർവ്വം ക്ഷമിക്കാത്തവർക്ക് അവിടുന്ന് കർശനമായ ശിക്ഷ കരുതി വച്ചിരിക്കുന്നു. എന്തെന്നാൽ അവർ വിശ്വാസത്തിന് വലിയ ഉതപ്പ് സൃഷ്ടിക്കുന്നവരാണ്. ഇതു മനസ്സിലാക്കാൻ അവിടുത്തെ വചനങ്ങൾ മാത്രം മതിയാകും. ആരുമൂലം ദുഷ്പ്രേരണകൾ ഉണ്ടാകുന്നുവോ അവന് ദുരിതം. ദുഷ്പ്രേരണകൾ നൽകുന്നവരാരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ വലിയ തിരികല്ലു കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുന്നതാണ്. നിത്യനരകയാതനയേക്കാൾ നല്ലത് അതാണ്. എന്റെ പ്രിയപുത്രൻ തന്റെ വിശ്വസ്തരോട് ഇങ്ങനെ പറയുന്നു: നിന്റെ കണ്ണ് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക.